ഈ വണ്ടി ഇവിടെ കത്തി കിടക്കുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നത് ഓട്ടത്തിലെങ്ങാണ്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് കത്തിയത്, ഈ വഴി തന്നെ ഓടി വന്നപ്പോഴത്തേക്കിന് കത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ ഡസ്റ്റർ ഇങ്ങനെ ഒരുപാട് കത്തി വഴികളിലൊക്കെ കാണാറുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം തൊടുപുഴ പോയില്ല, തൊടുപുഴ ഇടുക്കിക്ക് പോകുന്ന സമയത്ത് ആ വഴി സൈഡിൽ ഇതുപോലെ ഡസ്റ്റർ കത്തി കിടപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഡസ്റ്റർ പൊതുവേ ഇങ്ങനെ കത്തുന്ന ഒരു പതിവ് കാണുന്നുണ്ടെന്നോ. കണ്ടോ ഫുള്ള് കത്തി മൊത്തം. ഈ വണ്ടി ഇത് ഉപേക്ഷിച്ചാ കേട്ടോ. ആൾക്കാർക്ക് വല്ലതും പറ്റിയോ എന്നുള്ളതൊന്നും അറിയത്തില്ലോ. ചിലപ്പോൾ അവരിറങ്ങി മാറി കാണുമായിരിക്കും കേട്ടോ. എൻജിനൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അതീ നോക്കി കണ്ടോ, കാണാമോ എൻജിനൊക്കെ കാണാമോ? അതീ കിടക്കുന്നുണ്ടോ, ഫുള്ള് കത്തി നാശപ്പരുവായി പോയി കേട്ടോ. അലോയ് വീലല്ല നിൽക്കുന്നത് കേട്ടോ. ഫുള്ള് നശിച്ച് ആകെപ്പാടെ കത്തി കരിഞ്ഞു പോയി. ഇതിനകത്തൊക്കെ ആൾക്കാർക്ക് വല്ലതും പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെ ആരോടും ചോദിച്ചാൽ അറിയാമായിരിക്കും, പക്ഷേ ഇവിടെ എങ്ങും ആരുമില്ല കണ്ടോ. ഈ ഡസ്റ്ററിലെ ഈ ഭാഗമില്ലേ, ഈ ഭാഗം, അതായത് എൻജിൻ്റെ തൊട്ട് പുറകിലത്തെ ആ ഒരു ഭാഗമുണ്ടല്ലോ, തുറക്കാൻ പറ്റത്തില്ല, കാണിക്കായിരുന്നു. ഈ ഭാഗമില്ലേ, ഈ ഭാഗം ഇങ്ങനെ അകംഭാഗം, ഇതിൻ്റെ അകത്ത് അവിടെ മറ്റേ ഈ ചൂടും ഈ എൻജിൻ്റെ നോയ്സൊന്നും അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വല്ലാത്തൊരു തരത്തിലുള്ള ഒരു മെറ്റീരിയൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഇതിനകത്തായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ സാധനം ചെറിയ സ്പോഞ്ച്, മറ്റേ ഈ പഞ്ഞിയൊക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ പോലൊരു സാധനമാണ്. അപ്പോൾ ഇത് കുറേ വണ്ടി ഓടി ഒരുപാട് ഓടി കഴിയുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിനെ ഹീറ്റാകുന്ന കൂട്ടത്തിൽ ഇതും പതിയെ ഹീറ്റാകും. മാത്രമല്ല കുറേ നാളുകൾ കഴിഞ്ഞ വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ആ മെറ്റീരിയൽ പതുക്കെ അവിടുന്ന് ഫിക്സ് ചെയ്തേക്കുന്ന ഭാഗത്തുനിന്ന് ഇളകി പതുക്കെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. അത് എഞ്ചിനെ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊരുപാട് ഹീറ്റായി, എഞ്ചിൻ്റെ ഈ ഹീറ്റ് കാരണം ഇതുമായിട്ട് ടച്ച് ചെയ്ത് ഇങ്ങനെ നിരന്തരം ടച്ച് ചെയ്ത് കുറേ ഹീറ്റായി കഴിയുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്നതാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ വേറൊരു യൂട്യൂബ് വീഡിയോക്കകത്ത് കണ്ടതാണ്. അതുകൊണ്ടാണ് പൊതുവെ ഈ വണ്ടി മുഴുവൻ ഇങ്ങനെ കത്തി കാണാറുള്ളതെന്നാണ് അതിനകത്ത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അത് തന്നെ സംഭവം. അപ്പോൾ ഈ വണ്ടി ഉള്ളവർ ആ ഒരു ഭാഗമൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇതിങ്ങനെ കണ്ടതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വണ്ടിയുള്ളവർ സൂക്ഷിക്കുക കേട്ടോ.